സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ദ ഡോഗ്സ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കോയിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ടാപ്പ് ടു ഏൺ ഗെയിം അല്ല. ഇത് ബേസിക്കലി നമ്മൾ ഇതിലേക്ക് വെറും മാക്സിമം 2 minutes സ്പെൻഡ് ചെയ്താൽ മതി നമുക്ക് ഇതിന്റെ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഇതിന്റെ എയർ ഡ്രോപ്പ് വരുന്നത് നാളെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാവിലെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ എയർ ഡ്രോപ്പ് എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ ഇതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സെർട്ടൻ ക്രൈറ്റീരിയസ് വരുന്നില്ല, ഒന്നുമില്ല. ഇതിന്റെ എയർ ഡ്രോപ്പ് കംപ്ലീറ്റ്ലി ബേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഡോഗ്സ് കോയിൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു 1 year 2 year. അപ്പൊ നിങ്ങൾ ടെലിഗ്രാമിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് 3 years അല്ലെങ്കിൽ 4 years ആയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സെർട്ടൻ നമ്പർ ഓഫ് ഡോഗ്സ് കോയിൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് വരുന്നത് ഒരു 1000 കോയിൻസ് നിങ്ങൾക്ക് കിട്ടും, ഡോഗ്സ് കോയിൻ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ? നിങ്ങളുടെ വാളറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക. വാളറ്റ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ടീം ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇതിന്റെ കമ്മ്യൂണിറ്റി എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ള ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വാളറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതൊരു പ്രൊജക്റ്റിലേക്കും നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം അതിൻ്റെ കമ്മ്യൂണിറ്റി തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ട്വിറ്റർ പേജ് എടുത്ത് ഈ ഡോഗ്സിൻ്റെ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്തപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം അറൗണ്ട് 640K ഫോളോവേഴ്സ് അവർക്കുണ്ട്. ദാറ്റ് സംതിങ് ഹ്യൂജ്. ദെൻ നമുക്ക് നോക്കുന്ന ടൈമിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവർ ബിറ്റ്ഗെറ്റിൽ ഇതിൻ്റെ പ്രീ മാർക്കറ്റ് സെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബിറ്റ്ഗെറ്റിൽ July 12 ആ ഒരു പോസ്റ്റ് ബിറ്റ്ഗെറ്റിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഇട്ടിരുന്നത്. സോ ആക്ച്വലി ഇതൊരു നല്ലൊരു പ്രൊജക്റ്റാണ്. ഇത് പറയാൻ കാരണം നമുക്ക് ഇതിൻ്റെ ഫൗണ്ടിങ് ടീം ആരെന്നുള്ള കാര്യം ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റഡ് ബൈ ഈ ഒരു ഡോഗ്സ് എന്ന് പറയുന്നൊരു കോയിൻ ക്രിയേറ്റഡ് ബൈ പവൽ ഡുറോവ്, ഫൗണ്ടർ ഓഫ് ദ ടെലിഗ്രാം. സോ അത്രയും നല്ലൊരു ബ്രെയിൻ ഈ ഒരു കോയിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലെജിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റോ അല്ലെങ്കിൽ പിക്സൽ വേഴ്സോ പോലെ നിങ്ങൾ ഡെയിലി കയറി ഇതിൽ ലോഗിൻ ചെയ്യുകയോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 1 time പർച്ചേസ് എന്ന രീതിയിൽ ജസ്റ്റ് 1 time നിങ്ങളൊന്ന് കയറുക. നിങ്ങൾ എത്ര നാളായി ടെലിഗ്രാം യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു സെർട്ടൻ നമ്പർ ഓഫ് ഡോഗ്സ് കോയിൻ നിങ്ങൾക്ക് കിട്ടും. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും അവർ പറയുന്നത് ഹൗ ടു ഗെറ്റ് കോയിൻസ്. ഒന്ന് ചാനൽ ജോയിൻ ചെയ്യണം, ദെൻ ഏൺ പോയിൻറ്റ്സ്. അത് നമ്മുടെ ടെലിഗ്രാം അക്കൗണ്ടിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്ത്? നമ്മുടെ എയർ ഡ്രോപ്പ് വരുന്ന ടൈമിൽ. പിന്നെ നമുക്ക് നമ്മുടെ റെഫറൽസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് റെഫർ ചെയ്യാം. അങ്ങനെ നമുക്ക് സെർട്ടൻ ഡോഗ് കോയിൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡോഗ്സിനെ കുറിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡോഗ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ളതിന്റെ ലിങ്കും കാര്യങ്ങളും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവരെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് വാൾട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. എനിക്കിവിടെ 1838 കോയിൻസ് എനിക്ക് വരുന്നുണ്ട്. ഒന്ന് എനിക്ക് ജോയിൻ ചെയ്തപ്പം ഞാൻ ജസ്റ്റ് 1 year ആയിട്ടുള്ളൂ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ബേസ് കിട്ടി. ദെൻ 1000 കോയിൻസ് ഞാൻ വാൾട്ട് കണക്ട് ചെയ്തപ്പം എനിക്ക് അതിൽ നിന്ന് കിട്ടി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണക്ട് വാളറ്റ്. ജസ്റ്റ് നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സെയിം പ്രൊസീജിയറാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ടോൺ കീപ്പർ വാൾട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അവർ സജസ്റ്റ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് ടോൺ വാൾട്ട് തന്നെയാണ്. നിങ്ങളുടെ ടോൺ കീപ്പർ വാൾട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ടോൺ കീപ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് S അടിക്കാൻ കാണിക്കും. അതിനുശേഷം ആ ഒരു വാൾട്ടിലേക്ക് റീഡയറക്റ്റ് ആവും. തന്നെ അപ്രൂവ് കൊടുക്കുക. അത്ര ഉള്ള പരിപാടി. ഇറ്റ്സ് വെരി സിമ്പിൾ. വിത്തിൻ 5 seconds അല്ലെങ്കിൽ 10 seconds നിങ്ങളുടെ വാളറ്റും കണക്ട് ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത് എയർ ഡ്രോപ്പ് വരുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ടാപ്പ് ടു വേണോ അല്ലെന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയസോ ഒന്നും മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.